ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമുക്കിന്ന് കല്ലുമ്മക്കായിലൊരു വെറൈറ്റി നോക്കിയാലോ? ആക്കാൻ സിമ്പിളാണ്, കഴിക്കാൻ ടേസ്റ്റിയും. അപ്പോൾ മിക്സിയുടെ ജാറിൽ അരക്കപ്പ് തേങ്ങ, ആവാശി, ഉള്ളിയും ചേർത്ത് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കാം. ഇത് ഞാൻ നേരത്തെ മാറ്റി വെച്ച കല്ലുമ്മക്കായിൻ്റെ നീരാണ്. അതും കൂടി ഇതിലേക്ക് ചേർക്കണം, എന്നാൽ അതിൻ്റെ ടേസ്റ്റ് ഇതിലേക്ക് വരും. മാവിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി, 3/4 കപ്പ് പുട്ടുപൊടിയാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് മിക്സാക്കി ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. അജിമിൻ്റെ പുട്ടുപൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കല്ലുമ്മക്കായി നമുക്കിങ്ങനെ ഓരോന്നും സെറ്റാക്കി എടുക്കാം. ഇനി കല്ലുമ്മക്കായി ഓരോന്നും ആവിപാത്രത്തിൽ ഇങ്ങനെ അടുക്കി വെച്ചു കൊടുക്കണം. ആവിപാത്രം ഒന്ന് മൂടി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്ക് തുറന്നു നോക്കാട്ടാം. കല്ലുമ്മക്കായി നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിനി പച്ച മസാല തയ്യാറാക്കിയെടുത്താലോ? ജാറിലേക്ക് ഒരു ഉള്ളി, പച്ചമുളക്, കുറച്ചല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പിടി മല്ലിച്ചപ്പും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതൊക്കെ കൂടെ ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് ഞാൻ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ സെറ്റാക്കി വെച്ച കല്ലുമ്മക്കായി നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ മസാലയൊക്കെ ഇരുന്ന് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു പരുവത്തിലാക്കിയതിന് ശേഷം ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. തിളച്ച എണ്ണയിലേക്ക് നമുക്കിതൊന്ന് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. അധികം ഫ്രൈ ചെയ്യാൻ നിൽക്കണ്ട, ജസ്റ്റ് ആ 2 സൈഡും ഒന്ന് മൊരിച്ചെടുത്താൽ മതി. എൻ്റെ കല്ലുമ്മക്കായി ഇവിടെ റെഡിയായി. ഞാൻ പോയി കഴിക്കട്ടെ. ഇനി നിങ്ങളും ഉണ്ടാക്കി കഴിച്ച അഭിപ്രായം പറയട്ടാ.